യേശയ്യ അധ്യായം 31. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനുമാണ്. അവിടുന്ന് തൻ്റെ വാക്ക് പിൻവലിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടുന്ന് എഴുന്നേൽക്കും. ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജഡമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ചവെക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങിവരും. പക്ഷി ചിറകിൻ കീഴിലെന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവൻ. അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും. അസീറിയ മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ കൊണ്ട് വീഴും. മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും. അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും. അവൻ്റെ യുവാക്കന്മാർ അടിമകളാകും. അവൻ തൻ്റെ അഭയശില വിട്ട് ഭീതിയോടെ ഓടിപ്പോകും. അവൻ്റെ സേവകന്മാർ പതാകയും ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും. സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജെറുസലമിൽ ആഴികൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്. യേശയ്യ അധ്യായം 32. ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും. പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും. അവർ കാറ്റിൽ നിന്ന് ഒളിക്കാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയുമായിരിക്കും. വരണ്ട സ്ഥലത്ത് അരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിൻ്റെ തണൽ പോലെയുമായിരിക്കും. കാണുന്നവൻ കണ്ണ് ചിമ്മുകയില്ല, കേൾക്കുന്നവൻ ചെവിയോർത്ത് നിൽക്കും. അവിവേകികൾ ശരിയായി വിധിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല. വഞ്ചകനെ ബഹുമാന്യനെന്ന് വിളിക്കുകയില്ല. വിഡ്ഢി ഭോഷത്വം സംസാരിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ ദുഷിച്ച് സംസാരിക്കുന്നതിനും വിശക്കുന്നവനെ പട്ടിണിയിടുന്നതിനും ദാഹിക്കുന്നവന് ജലം നിഷേധിക്കുന്നതിനും അവൻ്റെ മനസ്സ് ദുഷ്ടമായി നനയ്ക്കുന്നു. വഞ്ചകന്റെ വഞ്ചനകൾ തിന്മയാണ്. അഗതിയുടെ അപേക്ഷ ന്യായയുക്തമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവനെ നശിപ്പിക്കാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു. കുലീനൻ കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു. ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു. അലസരായ സ്ത്രീകളെ, എഴുന്നേറ്റ് എൻ്റെ സ്വരം ശ്രവിക്കുവിൻ. അലംഭാവം നിറഞ്ഞ പുത്രിമാരെ, എൻ്റെ വാക്കിന് ചെവി തരുവിൻ. അലംഭാവം നിറഞ്ഞ സ്ത്രീകളെ, ഒരു വർഷത്തിലേറെ ആകുന്നതിന് മുൻപ് നിങ്ങൾ വിറകൊള്ളും. എന്തെന്നാൽ മുന്തിരി വിളവ് നശിക്കും, വിളവെടുപ്പുണ്ടാവുകയില്ല. അലസരായ സ്ത്രീകളെ വിറകൊള്ളുവിൻ, അലംഭാവം നിറഞ്ഞവരെ നടുങ്ങുവിൻ. വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അരയിൽ ചാക്കുടുക്കുവിൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടത്തെയും ചൊല്ലി മാറത്തടിച്ച് വിലപിക്കുവിൻ. മുള്ളും മുൾച്ചെടിയും നിറഞ്ഞ എൻ്റെ ജനത്തിൻ്റെ മണ്ണിനെ ചൊല്ലി സന്തുഷ്ടമായ നഗരത്തിലെ സന്തുഷ്ടഭവനങ്ങളെ ചൊല്ലി വിലപിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയൽ
വനവുമായി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും. കുന്നുകളും കാവൽമാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി മാറും. അവ കാട്ടുകഴുതകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽപ്പുറവും ആകും. അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും. ഫലപുഷ്ടിയുള്ള വയലിൽ ധർമ്മനിഷ്ഠ കുടികൊള്ളും. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമസങ്കേതങ്ങളിലും തന്നെ. വനം നിശേഷം നശിക്കുകയും നഗരം നിലം പതിക്കുകയും ചെയ്യും. ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. യെശയ്യാ അധ്യായം 33. നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും. നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും. കമ്പിളിപ്പുഴു തിന്നുകൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും. വെട്ടുക്കിളികളെപ്പോലെ അവർ അതിന്മേൽ ചാടി വീഴും. കർത്താവ് പുകഴ്ത്തപ്പെടുന്നു. അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു. അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അതാ വീരന്മാർ പുറത്തുനിന്ന് നിലവിളിക്കുന്നു. സമാധാനദൂതന്മാർ കൈപ്പോടെ കരയുന്നു. രാജവീഥികൾ ശൂന്യമായി കിടക്കുന്നു. പഥികൻ അതിലെ നടക്കുന്നില്ല. ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു. സാക്ഷികൾ വെറുക്കപ്പെടുന്നു. മനുഷ്യനെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാതായിരിക്കുന്നു. ദേശം ദുഃഖിച്ച് കരയുന്നു. ലബനോൻ ലജ്ജയാൽ തളരുന്നു. ഷാരോൻ മരുഭൂമി പോലെയായി. ബാഷാനും കാർമലും തങ്ങളുടെ ഇല കൊഴിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഞാൻ എന്നെ തന്നെ ഉയർത്തും. ഇപ്പോൾ എനിക്ക് പുകഴ്ച ലഭിക്കും. നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. നിന്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും. ജനതകളെ കുമ്മായം പോലെ നീട്ടും. അവർ വെട്ടി അഗ്നിയിലിടുന്ന മുള്ളുപോലെയാകും. വിദൂരസ്ഥരെ, ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവിൻ. സമീപസ്ഥരെ, എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ. സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു. അധർമ്മികളെ വിറയിൽ ഗ്രസിച്ചിരിക്കുന്നു. നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാവും? നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കാൻ കഴിയും? നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും. വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശവും അവ കാണും. ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും. എണ്ണിയവൻ എവിടെ? കപ്പം തൂക്കം നോക്കിയവൻ എവിടെ? ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ? ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന, മനസ്സിലാകാത്ത ഭാഷയിൽ വിക്കിവെക്കി പറയുന്ന ഗർവിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല.
നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ. പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറുസലമിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും. അതിൻ്റെ കുറ്റി പിഴുതെടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും. തണ്ടുവള്ളങ്ങളും പ്രൗഢിയാർന്ന കപ്പലുകളും കടന്നുവരാത്ത വിസ്തൃതമായ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത്. കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. നിന്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു. പാമരമുറപ്പിക്കുവാനും പായ വിരിച്ചു നിർത്താനും അതിനാവുകയില്ല. സമൃദ്ധമായ കൊള്ള മുതൽ പങ്കിടും. മുടന്തനും കൊള്ളവസ്തു കിട്ടും. അവിടുത്തെ നിവാസികളിൽ ആരും താൻ രോഗിയാണെന്ന് പറയുകയില്ല. അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും. യെശയ്യാ അധ്യായം 34. ജനതകളെ, ജനപദങ്ങളെ, അടുത്തു വരുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ. ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വ സൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു. അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തമൊഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്നു നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നതുപോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിൻ്റെ മേൽ, ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അതിറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്. രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു. അത് മേധസ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പുകൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബൊസ്രായിലൊരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളക്കുറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പുകൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിൻ്റെ ദിനവും സിയോന് വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവുമുണ്ട്. ഏദോമിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലുമായി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനിയൊരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. കഴുകനും മുള്ളംപന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരട് കൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകെട്ട അതിൻ്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അതൊരു രാജ്യം അല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിലേക്കും. അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. അതിൻ്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപക്ഷികളുടെ താവളവുമാകും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിന് വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമസങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴവയെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നിറക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്നു തിരിച്ച്
അതവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും. യേശയ്യ അധ്യായം 35. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പോയിട്ട് അത് പാടി ഉല്ലസിക്കും. ലബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചുചാടും. മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. വിശുദ്ധവീഥി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല. ഭോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഹിംസ്രജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. Chapter 31. Woe to those who go down to Egypt for help, who depend upon horses, who put their trust in chariots because of their number, and in horsemen because of their combined power, but look not to the Holy One of Israel, nor seek the Lord. Yet he too is wise and will bring disaster. He will not turn from what he has threatened to do. He will rise up against the house of the wicked and against those who help evildoers. The Egyptians are men, not God. Their horses are flesh, not spirit. When the Lord stretches forth his hand, the helper shall stumble, the one helped shall fall, and both of them shall perish together. Thus says the Lord to me, as a lion or a lion cub growling over its prey, with a band of shepherds assembled against it, is neither frightened by their shouts nor disturbed by their noise, so shall the Lord of hosts come down to wage war upon the mountain and hill of Zion. Like hovering birds, so the Lord of hosts shall shield Jerusalem, to protect and deliver, to spare and rescue it. Return, O children of Israel, to him who you have utterly deserted. On that day each one of you shall spurn his sinful idols of silver and gold, which he made with his hands. Assyria shall fall by a sword not wielded by man. No mortal sword shall devour him. He shall flee before the sword, and his young men shall be impressed as laborers. He shall rush past his crag in panic, and his princes shall flee in terror from his standard, says the Lord, who has a fire in Zion and a furnace in Jerusalem. Chapter 32. See, a king will reign justly, and princes will rule rightly. Each of them will be a shelter from the wind, a retreat from the rain. They will be like streams of water in a dry country, like the shade of a great rock in a parched land. The eyes of those who see will not be closed. The ears of those who hear will be attentive.
The flighty will become wise and capable, and the stutterers will speak fluently and clearly. No more will the fool be called noble, nor the trickster be considered honorable. For the fool speaks foolishly, planning evil in his heart. How to do wickedness, to speak perversely against the Lord, to let the hungry go empty, and the thirsty be without drink. And the trickster uses wicked trickery, planning crimes. How to ruin the poor with lies, and the needy when they plead their case. But the noble man plans noble things, and by noble things he stands. O complacent ladies, rise up and hear my voice. Overconfident women, give heed to my words. In a little more than a year, you overconfident ones will be shaken. The vintage will fail, there will be no harvest. Tremble, you who are complacent. Shudder, you who are overconfident. Strip yourselves bare with only a loincloth to cover you. Beat your breasts. For the pleasant fields, the fruitful vine, and the soil of my people, overgrown with thorns and briars. For all the joyful houses, the wanton city. Yes, the castle will be forsaken, the noisy city deserted. Down it comes, as trees come down in the forest. The city will be utterly laid low. Hill and tower will become wasteland forever for wild asses to frolic in, and flocks to pasture, until the Spirit from on high is poured out on us. Then will the desert become an orchard, and the orchard be regarded as a forest. Right will dwell in the desert, and justice abide in the orchard. Justice will bring about peace. Right will produce calm and security. My people will live in peaceful country, in secure dwellings and quiet resting places. Happy are you who sow beside every stream, and let the ox and the ass go freely. Chapter 33. Woe, O destroyer, never destroyed, O traitor, never betrayed. When you finish destroying, you will be destroyed. When wearied with betraying, you will be betrayed. O Lord, have pity on us, for you we wait. Be our strength every morning, our salvation in time of trouble. At the roaring sound, peoples flee. When you rise in your majesty, nations are scattered. Men gather spoil as caterpillars are gathered up. They rush upon it like the onrush of locusts. The Lord is exalted, enthroned on high. He fills Zion with right and justice. That which makes her seasons lasting, the riches that save her are wisdom and knowledge. The fear of the Lord is her treasure. See, the men of Ariel cry out in the streets. The messengers of Shalem weep bitterly. The highways are desolate. Travelers have quit the paths. Covenants are broken. Their terms are spurned. Yet no man gives it a thought. The country languishes in mourning. Lebanon withers with shame. Sharon is like the steppe. Bashan and Carmel are stripped bare. Now will I rise up, says the Lord. Now will I be exalted. Now be lifted up. You conceive dry grass. Bring forth stubble. My spirit shall consume you like fire. The people shall be as in a lime kiln, like brushwood cut down for burning in the fire. Hear, you who are far off, what I have done. You who are near, acknowledge my might. On Zion sinners are in dread. Trembling grips the impious. Who of us can live with the consuming fire? Who of us can live with the everlasting flames? He who practices virtue and speaks honestly, who spurns what is gained by oppression, brushing his hands free of contact with a bribe, stopping his ears lest he hear of bloodshed, closing his eyes lest he look on evil, he shall dwell on the heights. His stronghold shall be the rocky fastness, his food and drink in steady supply. Your eyes will see a king in his splendor. They will look upon a vast land. Your mind will dwell on the terror. Where is he who counted? Where is he who weighed? Where is he who counted the towers? To the people of alien tongue you will look no more, the people of obscure speech, stammering in a language not understood.
Look to Zion, the city of our festivals. Let your eyes see Jerusalem as a quiet abode, a tent not to be struck, whose pegs will never be pulled up, nor any of its ropes severed. Indeed, the Lord will be there with us, majestic. Yes, the Lord our judge, the Lord our lawgiver, the Lord our King, he it is who will save us. In a place of rivers and wide streams on which no boat is rowed, where no majestic ship passes, the rigging hangs slack, it cannot hold the mast in place, nor keep the sails spread out. Then the blind will divide great spoils, and the lame will carry off the loot. No one who dwells there will say, I am sick. The people who live there will be forgiven their guilt. Chapter 34. Come near, O nations, and hear. Be attentive, O peoples. Let the earth and what fills it listen, the world and all it produces. The Lord is angry with all the nations, and is wrathful against all their host. He has doomed them, and given them over to slaughter. Their slain shall be cast out, their corpses shall send up a stench. The mountains shall run with their blood, and all the hills shall rot. The heavens shall be rolled up like a scroll, and all their host shall wither away, as the leaf wilts on the vine, or as the fig withers on the tree. When my sword has drunk its fill in the heavens, lo, it shall come down in judgment upon Edom, a people I have doomed. The Lord has a sword filled with blood, greasy with fat, with the blood of lambs and goats, with the fat of rams' kidneys. For the Lord has a sacrifice in Bozrah, a great slaughter in the land of Edom. Wild oxen shall be struck down with fatlings, and bullocks with bulls. Their land shall be soaked with blood, and their earth greasy with fat. For the Lord has a day of vengeance, a year of requital by Zion's defender. Edom's stream shall be changed into pitch, and her earth into sulphur, and her land shall become burning pitch. Night and day it shall not be quenched, its smoke shall rise forever. From generation to generation she shall lie waste, never again shall anyone pass through her. But the desert owl and hoot owl shall possess her, the screech owl and raven shall dwell in her. The Lord will measure her with line and plummet, to be an empty waste for satyrs to dwell in. Her nobles shall be no more, nor shall kings be proclaimed there. All her princes are gone. Her castle shall be overgrown with thorns, her fortresses with thistles and briars. She shall become an abode for jackals and a haunt for ostriches. Wild cats shall meet with desert beasts. Satyrs shall call to one another. There shall the Lilith repose, and find for herself a place to rest. There the hoot owl shall nest and lay eggs, hatch them out and gather them in her shadow. There shall the kites assemble, none shall be missing its mate. Look in the book of the Lord and read. No one of these shall be lacking, for the mouth of the Lord has ordered it, and his spirit shall gather them there. It is he who casts the lot for them, and with his hand he marks off their shares of her. They shall possess her forever, and dwell there from generation to generation.
Chapter 35. The desert and the parched land will exult, the steppe will rejoice and bloom. They will bloom with abundant flowers, and rejoice with joyful song. The glory of Lebanon will be given to them, the splendor of Carmel and Sharon. They will see the glory of the Lord, the splendor of our God. Strengthen the hands that are feeble, make firm the knees that are weak. Say to those whose hearts are frightened, be strong, fear not. Here is your God. He comes with vindication, with divine recompense. He comes to save you. Then will the eyes of the blind be opened, the ears of the deaf be cleared. Then will the lame leap like a stag, then the tongue of the dumb will sing. Streams will burst forth in the desert, and rivers in the steppe. The burning sands will become pools, and the thirsty ground springs of water. The abode where jackals lurk will be a marsh for the reed and papyrus. A highway will be there, called the Holy Way. No one unclean may pass over it, nor fools go astray on it. No lion will be there, nor beast of prey go up to be met upon it. It is for those with a journey to make, and on it the redeemed will walk. Those whom the Lord has ransomed will return and enter Zion singing, crowned with everlasting joy. They will meet with joy and gladness, sorrow and mourning will flee.